നമസ്കാരം. വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗോപികല. SNDP യോഗം കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണോ അതോ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണോ എന്ന് തീരുമാനിക്കാൻ കേന്ദ്ര സർക്കാരിനോട് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം. 2009 ഡൽഹി ഹൈക്കോടതി വിധി അനുസരിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നത്. SNDP യോഗം കേന്ദ്ര നിയമമായ കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണോ അതോ സംസ്ഥാന നിയമമായ കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിന്റെ പരിധിയിലാണോ എന്ന് തീരുമാനിക്കാനാണ് കോടതി നിർദ്ദേശിച്ചത്. 1882 കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത യോഗത്തിന് ഇളവുകൾ നൽകിക്കൊണ്ടുള്ള 1974 കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കുകയും ചെയ്തു. കേസിനാസ്പദമായ വിഷയം 1956 കമ്പനീസ് ആക്ടിലെ 172(2) വകുപ്പുകൾ ഷെഡ്യൂൾ 1 ടേബിൾ സിയുടെ ആർട്ടിക്കിൾ 14 എന്നിവയിൽ നിന്ന് കേന്ദ്ര സർക്കാർ യോഗത്തിന് ഇളവ് നൽകിയിരുന്നു. പൊതുയോഗത്തിൽ എല്ലാ അംഗങ്ങൾക്കും വോട്ട് ചെയ്യാൻ അവകാശമില്ലാതാകുകയും പകരം പ്രതിനിധികൾക്ക് മാത്രം വോട്ടവകാശം ലഭിക്കുകയും ചെയ്തു. ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അംഗങ്ങളുടെ വോട്ടവകാശം നിഷേധിക്കുന്ന രീതിയിൽ യോഗം തങ്ങളുടെ നിയമാവലിയിൽ ആർട്ടിക്കിൾ 44 ഭേദഗതിക്കായി കൊണ്ടുവന്നു. ഇതിനെതിരെ യോഗത്തിലെ ചില അംഗങ്ങൾ നൽകിയ ഹർജിയിൽ 1974 സർക്കാർ ഉത്തരവും ആർട്ടിക്കിൾ 44 സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത്. ഹർജിക്കാരുടെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു: യോഗത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെന്നും ഇതൊരു നോൺ ട്രേഡിംഗ് കമ്പനി ആയതിനാൽ 1961 കേരള നോൺ ട്രേഡിംഗ് കമ്പനീസ് ആക്ടിൻ്റെ പരിധിയിലാണ് യോഗം വരുന്നതെന്നും ഹർജിക്കാർ വാദിച്ചു. യോഗത്തിൻ്റെ പ്രവർത്തനം കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്നും ഇരുകൂട്ടരും വാദിച്ചു. അതിനാൽ സംസ്ഥാന നിയമം ബാധകമല്ല. സിംഗിൾ ബെഞ്ച് വിധി നിലനിൽക്കുന്നതിനാൽ ഡൽഹി ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര സർക്കാർ വാദിച്ചു. വാദങ്ങൾക്കിടയിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ശ്രീനാരായണ ദർശനങ്ങൾ വിശ്വവ്യാപകമാണെന്നതിൽ തർക്കമില്ലെങ്കിലും യോഗത്തിൻ്റെ ലക്ഷ്യങ്ങൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. യോഗത്തിൻ്റെ അംഗങ്ങളുടെ കണക്ക്, ആസ്തികൾ, പ്രവർത്തനം എന്നിവ പരിശോധിച്ച ശേഷമേ ഇക്കാര്യം തീരുമാനിക്കാൻ കഴിയൂ എന്നാണ് കോടതിയുടെ നിലപാട്. ഇത് പ്രാഥമികമായി തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണെന്നും കോടതി വ്യക്തമാക്കി. യോഗം സ്റ്റേറ്റ് അഥവാ ഭരണകൂടം എന്ന നിർവചനത്തിൽ വരാത്ത കമ്പനി ആയതിനാൽ ഭരണഘടനയുടെ 226 അനുച്ഛേദമനുസരിച്ച് കമ്പനിയുടെ നിയമാവലി ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് കോടതി വിധിച്ചു. പരാതിക്കാർക്ക് മറ്റു നിയമപരമായ വഴി തേടാവുന്നതാണെന്നാണ് വിധി. 2013 കമ്പനി നിയമം നിലവിൽ വന്നതോടെ 1974 ഉത്തരവ് അസാധുവായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ പരിശോധിക്കണം. 3 മാസത്തിനുള്ളിൽ കക്ഷികളുടെ വാദം കേട്ട ശേഷം യോഗ്യരായ അധികാരികൾ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് വിധി കോടതി റദ്ദാക്കി. പല സംഘടനകളിലും ജനാധിപത്യ വിരുദ്ധമായ തീരുമാനങ്ങളും നടപടികളും ഭരണഘടനാ ഭേദഗതികളും ഉണ്ടാകാറുണ്ട്. അധികാരത്തിലെത്തിക്കഴിയുമ്പോൾ ആജീവനാന്തം തങ്ങളുടെ അധീശത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകാറുള്ളത്. ജനാധിപത്യത്തെ വന്ധ്യംകരിക്കുന്ന ഇത്തരം നടപടികൾ സംഘടനകളെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാക്കി മാറ്റാറുള്ളതും ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ള പല സംഘടനകൾക്കും കോടതിയുടെ വരാനിരിക്കുന്ന വിധി നിർണായകമായിരിക്കുമെന്നുള്ളത് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ കൂടി ചെയ്യുക.